ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ നാട്ടിലെ ഈ ജെൻസി സമരം ഇപ്പൊ കൊടുമ്പിരി കൊണ്ട് ഇപ്പൊ അവസാനിച്ചതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ ഒരു കർഷക സമരം നടക്കുന്നുണ്ട്. കർഷക സമരം മധ്യപ്രദേശിലാണ് നടക്കുന്നത്. ഈ കർഷക സമരത്തോടൊപ്പം തന്നെ ജെൻസികളും ഒരുമിച്ച് ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉള്ള സർക്കാർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ സമരക്കാരെയും അഡ്രസ് ചെയ്യും, സമരക്കാരെ വിളിച്ച് സംസാരിക്കും. കഴിഞ്ഞ തവണ കർഷക സമരത്തിന്റെ ആ പ്രക്ഷോഭം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കർഷക സമരത്തിൽ അവർക്ക് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. വരൂ, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നത്രയും സമയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വന്നത് കയ്യിൽ ഒരു പ്ലക്കാർഡുമായിട്ടാണ്. യെസ് ഓർ നോ. അവരുടെ ഇങ്ങനെ മൂടിക്കെട്ടിയിരുന്നു. അതായത് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇതെന്ത് ചർച്ചയാണ്? അതായത് ഇതെന്താണ് ചർച്ച എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ തീർക്കണ്ടേ? അത് പറ്റില്ല. യെസ് ഓർ നോ, ഞങ്ങളുടെ ഡിമാൻഡുകൾ ഒന്നെങ്കിൽ അംഗീകരിക്കുക. അത് സർക്കാർ യെസ് പറഞ്ഞാൽ സമരം തീരും, നോ ആണെങ്കിൽ ഞങ്ങൾ രാജ്യം കത്തിക്കും. ഇതാണ് അവരുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മുടെ മോഹൻ യാദവിന്റെ ഗവൺമെന്റ്, മധ്യപ്രദേശിലെ ഗവൺമെന്റിനെതിരെ ഒരു കർഷക സമരം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടെ ജെൻസികളും പോയി ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി 2014 വന്ന ശേഷം നമുക്ക് കർഷക ആത്മഹത്യ എന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കർഷക ആത്മഹത്യ എന്ന് കേൾക്കാൻ അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ റൂറൽ ആയിട്ടുള്ള ഏതെങ്കിലും സൈറ്റിൽ പോയി മുങ്ങിത്തപ്പിയ ഒരു കർഷക ആത്മഹത്യയുടെ ഒരു വാർത്ത കിട്ടും. ഇന്നാകട്ടെ, ഇന്നലെ ആകട്ടെ, മെനങ്ങാന്നാകട്ടെ. അതേസമയം ഞാൻ കർഷക ആത്മഹത്യ ഒരു ദിവസം 100 വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, കൂട്ടാത്മഹത്യ ചെയ്യുന്നു, തൂങ്ങിച്ചത്തു, ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതെ പറ്റി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് പൈസ എത്തുന്നുണ്ട്. മാസാമാസം അവർക്ക് കൃഷിയില്ലെങ്കിലും അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, കഴിക്കാനായിട്ട് ഭക്ഷണം ലഭിക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പൊ E20 പെട്രോൾ വന്ന ശേഷം അതുവഴിയും കർഷകർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്റ്റബിൾ ബേൺ ചെയ്ത് കളയേണ്ട പല ചണ്ടികളും സർക്കാർ കളക്ട് ചെയ്ത് E20 പെട്രോൾ ആക്കുന്നു, എത്തനോൾ ആക്കുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ മോഹൻ യാദവ് ഗവൺമെന്റിനെതിരെ ഒരു കർഷക പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് താങ്ങുവില. അന്നും കർഷക പ്രക്ഷോഭത്തിലെ മെയിൻ ആവശ്യം അതായിരുന്നു, താങ്ങുവില അവർക്ക് ഇത്ര കിട്ടണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മുടെ രാജ്യത്ത് ജെൻസി പ്രക്ഷോഭം നയിച്ചവരും അല്ലാത്തവരും നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ നിരാശയിലാണ്. കാരണം ആ കർഷക പ്രക്ഷോഭം ഇന്ന് രാവിലെ അവസാനിച്ചു. ഫാമേഴ്സ് കാൾ ഓഫ് പ്രൊട്ടസ്റ്റ് ആഫ്റ്റർ മോഹൻ യാദവ് ഗവൺമെന്റ് ഡിസിഷൻ. മോഹൻ യാദവിന്റെ ഗവൺമെന്റ് കർഷകരെ വിളിച്ചിരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുന്നു. തലയെക്കെട്ടുള്ള കർഷകരുമായിട്ട് ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫാമർ ഹു ഹാഡ് ഗാതേർഡ് ഇൻ ഭോപ്പാൽ ഹാവ് ended their agitation after the Madhya Pradesh government assured MSP procurement of moong dal. Farmers expressed satisfaction following talks with the government. ഗവൺമെന്റിന് നന്ദി പറഞ്ഞാണ് കർഷകർ തിരിച്ചു പോയത് എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? അതായത് BJP സർക്കാർ വിളിക്കുന്നു, BJP സർക്കാർ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുന്നു. അവസാനം വാങ്ങിച്ചുക്കായിരുന്നാലും ശരി തന്നെയാണ്, നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റിനെ പുകഴ്ത്തുകയാണ്. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണെന്നാണ് അവർ പറയുന്നത്. ഈ സർക്കാർ ഇവരും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഇതെല്ലാം ഗവൺമെന്റ് മീറ്റ് ചെയ്തു, ഗവൺമെന്റ് വളരെ നല്ല സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. The BJP-led Mohan Yadav government also extended the slot booking deadline from 30 July to 10 August, with procurement likely to continue until 20 August, reaffirming its committee to farmers' welfare. അതായത് ഈ BJP സർക്കാർ അവിടെ കർഷകരെ വിളിക്കുക മാത്രമല്ല ചെയ്തത്. BJPയുടെ നേതൃത്വത്തിലുള്ള മോഹൻ യാദവ് സർക്കാർ സ്ലോട്ട് ബുക്കിംഗ് സമയപരിധി ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 10 നീട്ടി കർഷകരുടെ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് സംഭരണം ഓഗസ്റ്റ് 20 വരെ തുടരാനും അവർ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കർഷകർക്ക് ഡബിൾ ധമാക്കയാണ് അവിടെ ലഭിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പ് നമ്മുടെ ജെൻസി പ്രൊട്ടസ്റ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് പഞ്ചാബിൽ നിന്ന് കുറെ കർഷകർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ശംഭു അതിർത്തിയിൽ വെച്ച് തടഞ്ഞിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമേരിക്കയുമായിട്ട് ഒപ്പിടുന്നുണ്ടല്ലോ ഒരു ബില്ല്, ആ ബില്ല് ഞങ്ങൾ എതിർക്കും. അപ്പൊ പറഞ്ഞു, ജിതേന്ദ്ര സിംഗ് ആണെന്ന് തോന്നുന്നു, അവിടെ ചെന്നിട്ട് പറഞ്ഞു, ആ ബില്ലില്ല, ഒപ്പിട്ടിട്ടില്ല. അവ ചമ്മിപ്പോയി. ഒപ്പിട്ടിട്ടില്ലേ? ഒപ്പിടുമല്ലോ, ഒപ്പിടുമ്പോ എതിർക്കും. എന്നാ ഒപ്പിടുമ്പോ എതിർക്കാം, ഇപ്പൊ പൊക്കൂടെ? എന്നാ ഇപ്പൊ പോവാല്ലേ എന്ന് പറഞ്ഞവര് തിരിച്ചു പോകുന്ന. അതായത് മന്ത്രിമാര് ഇറങ്ങി അവര് പോയി സംസാരിക്കുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആവുന്നുണ്ട്. ഈ പോയി സംസാരിക്കാതെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളെ വഴിയായിട്ട് പോകാം എന്ന് പറഞ്ഞ് മോദി സർക്കാർ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് ഈ പ്രൊട്ടസ്റ്റ് യഥാർത്ഥത്തിൽ, അതായത് മന്ത്രിമാര് തുടക്കത്തിൽ തന്നെ മന്ത്രി അയച്ച് അത് അഡ്രസ് ചെയ്തു, അവര് സംസാരിക്കുന്നു, കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നു, പോകുന്നു. ഒരു തെറ്റിദ്ധാരണയാണ് പല സ്ഥലത്തും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മൂവിനെ എങ്ങനെ കാണുന്നു? ഈ ഒരു മൂവ്മെന്റിനെ എങ്ങനെ കാണുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ എഥനോൾ സമരം എങ്ങും ക്ലച്ച് പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ എന്റെ കാരണം എന്നറിയാം? ഇവന്മാര് പറയുന്നില്ലേ, എഥനോൾ വേണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്, അത് അവന്മാരുടെ ഔദാര്യമല്ല. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ദില്ലിയിൽ കർഷക സമരം നടന്നതിന് ശേഷം പടിഞ്ഞാറൻ UP അടക്കമുള്ള കരിമ്പ് കർഷകരുടെ ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. മഹാരാഷ്ട്രയിലായാലും UP ഹരിയാന ആയാലും ഒക്കെ അവർക്ക് അവരുടെ ഇൻകം കൂട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് എഥനോൾ സ്റ്റാർട്ട് ചെയ്തത്.
എഥനോൾ വേണ്ടെന്ന് ഈ E20-കാരനെങ്ങാനും പറഞ്ഞുണ്ടല്ലോ, അത് അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും. കാരണം അവരുടെ ഒരു പ്രധാന ഇംഗമാണ് നിൽക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഡൽഹി പൊല്യൂഷൻ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? ദില്ലി നിവാസികളുണ്ടല്ലോ ഒരുപാട് പേര്, നമ്മളൊക്കെ മാധ്യമങ്ങളോട് അറിയുന്നില്ല എന്താണ് ഒരു കാരണം. ഈ ഹരിയാനയിലും മറ്റും എടുത്ത് ഈ കച്ചിയും ചണ്ടിയും ഒക്കെ ഇട്ട് കത്തിക്കാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തിക്കാതെ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കർഷകര് ഈ ഹരിയാനയിലും മറ്റും കർഷകരൊക്കെ ദില്ലിയിലെ അതിർത്തിയിലും മറ്റുള്ള പാടങ്ങളിലുമൊക്കെ ഈ കത്തിക്കുന്നതാണ് വലിയ പൊല്യൂഷൻ. ഈ പൊല്യൂഷൻ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇപ്പൊ ദില്ലി സംഭവിക്കുന്നത്? ഡീസൽ വണ്ടികൾ നിർത്തി, പെട്രോൾ വണ്ടികൾ നിർത്തി, 15 വർഷം പഴക്കമുള്ള വണ്ടികൾ നിർത്തി. ഇങ്ങനൊക്കെ ഓരോന്നും നടപ്പാക്കുമ്പോഴും ഇതിന്റെ പൊല്യൂഷന്റെ അളവ് വളരെ നേരിയ രീതിയിൽ മാത്രമേ കുറയുന്നുള്ളൂ. അപ്പൊ ഇവർക്കൊരു വരുമാനവും കിട്ടും, ഇവരുടെ ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്തു പോകാമെന്നൊരു ഘട്ടം വന്നപ്പോഴത്തേക്കുമാണ് കുറെ അധികം കർഷകർ അതിൽ സംതൃപ്തത. പ്രത്യേകിച്ച് കരിമ്പ് മേഖലയിലുള്ള, ചോളം മേഖലയിലുള്ള കർഷകർ ഈ ഒരു മൂവ്മെന്റ് വലിയ ഹാപ്പിയാണ്. അത് ഈ പറയുന്ന E20 പാർട്ടി, ആ E20 ഞണ്ട് പാർട്ടിയേക്കാൾ കൂടുതലും ആളുകൾ അപ്പുറത്താണ് നിൽക്കുന്നത്, കർഷകരാണ് നിൽക്കുന്നത്. അവര് തെരുവിലിറങ്ങുമെന്നുള്ളത് കൊണ്ടാണ് ഇവർ പറയുന്നത് E20ക്ക് ഞങ്ങൾ എതിരല്ല എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. E20 GT ഇല്ലേ, സർക്കാർ എന്താണ് പറഞ്ഞത്? ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ബിഗ് പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഭാരത് 3 സ്റ്റേജിലുള്ള വാഹനങ്ങൾക്ക് ചെറിയ കംപ്ലൈന്റുകൾ വരാം. 3 സ്റ്റേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് BS3, എനിക്ക് തോന്നുന്ന BS3 എന്ന് പറയുമ്പോൾ 2015 മുമ്പുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെയൊക്കെ ആ ഒരു കാറ്റഗറിക്ക് മുകളിലോട്ടാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായി തന്നെ വരുന്ന വണ്ടികളാണ്. അപ്പൊ എനിക്ക് 2012-13 ആ ഒരു ഘട്ടം ആയിരിക്കും, 12-നും താഴെ ആയിരിക്കണം ആ വണ്ടികൾ. അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഇത് കംപ്ലൈന്റ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഏതായാലും അതവിടെ വരുമ്പോൾ ഇന്നലെ മാധ്യമങ്ങളൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചു തുടങ്ങിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. 100 കണക്കിന് കിലോമീറ്റർ ഗ്രാമഗ്രാമാന്തരങ്ങളുടെ യാത്ര ചെയ്ത് കർഷകരും യുവജനങ്ങളും അണിനിരക്കുന്നു. മോഹൻ യാദവ് സർക്കാർ താഴെ പോകുന്നു. ഇതാ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. ഭയങ്കര ആഘോഷമായിരുന്നു ഇവിടെ. പുതിയ ജൻസി എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇത് കിടക്കുന്നു രാവിലെ ആയപ്പോഴത്തേനും അവന്മാർ പറയുന്നത് ഞങ്ങൾ പോയി. കാരണം അവരുടെ ഒരു ന്യായമായ ആവശ്യമാണ് മൂഗ് ഡാലിന് താങ്ങുവില പ്രഖ്യാപിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ ആവശ്യമല്ല. നമ്മുടെ കേരളത്തിലെ നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കണമെന്നുള്ള കർഷകർ എത്ര നാളായിട്ട് സമരം ചെയ്യുന്നതാണ്. താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്, റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായിട്ട് അവർ സമരം ചെയ്യുന്നതാണ്. അപ്പം അതൊരു പുതിയ മൂവ്മെന്റ് അല്ല, പകരം നേരത്തെ ഉണ്ടായിരുന്ന മൂങ് ദാലിന് നിങ്ങളൊരു താങ്ങുവില. കാരണം കർഷകരെ സംബന്ധിച്ച് ഈ വിളനാശവും മറ്റും ഉണ്ടാകുമ്പോഴത്തേനും അവർക്കുണ്ടാകുന്ന ഒരു നഷ്ടം, ഇല്ലെങ്കിൽ ഈ വിളനാശമല്ല അമിതമായ കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ടല്ലേ പോകും. കാരണം ഇപ്പോഴും പറയുന്ന ഈ ഇടനിലക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇടനിലക്കാരുടെ സിസ്റ്റം എടുത്തു മാറ്റാനായിരുന്നല്ലോ കാർഷിക നിയമം കൊണ്ടുവന്നത്. അപ്പോഴല്ലേ ഇവന്മാർ സമരം ചെയ്ത് ഇടനിലക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു MSP അടക്കമുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇവർ വേണമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നത്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ആ സമരം ഭംഗിയായി തന്നെ നിർവഹിച്ചു. ധനുഷ് പറഞ്ഞതാണ് അതിന്റെ ഒരു യഥാർത്ഥ പോയിന്റ്. കാരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന് MP-മാരും MLA-മാരും മന്ത്രിമാരും വന്ന് നിന്ന് അഡ്രസ്സ് ചെയ്ത് പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതായത് മാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി, അത്രയും അവര് ഉണ്ടാക്കുന്ന ഒരു കുത്തിത്തിരിപ്പ് വലുതാണ്. ആ കുത്തിത്തിരിപ്പിനെ മറികടക്കണമെങ്കിൽ ഇത്തരം മന്ത്രിമാർ വന്നിട്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ അതൊരു ഒഫീഷ്യലായിട്ട് ആളുകളെ അറിയിക്കുക, അതെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ പിന്നെ വരുന്നവരോട് സംസാരിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വരുന്നവരോട് സംസാരിക്കുക, അവരോട് സംസാരിച്ച് ചർച്ച ചെയ്താലേ അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയും. ചർച്ച ചെയ്യുക, പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കുക. കാരണം ഒരു സർക്കാരിന് പല പരിമിതികളുമുണ്ട്. സർക്കാരിന്റെ വായി വരുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ഈ 2873 വരെ ദില്ലിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആളുകളെ വിടണമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞാൽ വിടാൻ പറ്റുമോ? പറ്റില്ലത്. അത് നിയമപരമായിട്ട് അത് വിടാം. ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് ചിലപ്പോൾ ഇന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടേക്കും. 2 മാസത്തിനകം നാളെ ഒരുത്തൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രതികളെ തൂക്കിയെടുത്ത് അകത്തിടും. സിദ്ധരാമയ്യക്ക് കിട്ടിയ പണി അറിയാമല്ലോ. ഞാൻ ഹുബ്ലി കേസ് പറഞ്ഞായിരുന്നു, കർണാടകത്തിലെ ഹുബ്ലി കേസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് അവിടെ നടന്ന കലാപത്തിൽ 43 പേരുടെ പേരിൽ കേസെടുത്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ ആൾക്കാരായിരുന്നത്. സിദ്ധരാമയ്യ കയറി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഈ കേസ് റദ്ദ് ചെയ്തു. കേസ് പോലീസ് സ്റ്റേഷൻ കത്തിച്ചതും പോലീസുകാരെ ആക്രമിച്ച കേസാ. റദ്ദ് ചെയ്ത് ഇവരെ മുഴുവൻ റിലീസ് ചെയ്തു, പൊക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഒരു ഭരദ്വാജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ കൊണ്ട് കേസ് കൊടുത്തു. കോടതികൾ നിങ്ങളുടെ ആര് പറഞ്ഞിട്ട് ഇതിനകത്തൊക്കെ ഇടപെടാം, നിങ്ങൾ ആരാ ഇവരെ റിലീസ് ചെയ്യാനും കയറ്റാനും ഒക്കെ എന്ന് ചോദിച്ചു. പെട്ടുപോയാ ഇപ്പൊ വരാൻ കേൾക്കുന്നുണ്ടില്ല. 43 കുറച്ചെണ്ണം ഇപ്പൊ അകത്താണ്, കുറച്ചെണ്ണം ജാമ്യത്തിൽ നിൽപ്പുണ്ട്. ഇതേ അവസ്ഥ മോദി സർക്കാരിന് വരും, ഇതേ അവസ്ഥ വരും. അതുകൊണ്ട് അത് അദ്ദേഹം പറയുന്നില്ല. കേന്ദ്ര സർക്കാരിന് ഒരിക്കലും ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഈ പറഞ്ഞ പോലെ 18 വയസ്സിന് താഴെയുള്ളതോ നിരപരാധികൾ ഈ സമരത്തിൽ സാധാ അറസ്റ്റ് ഉണ്ടല്ലോ, സാധാരണ നമ്മൾ പിക്കറ്റ് ചെയ്യുമ്പോഴും റോഡ് പിക്കറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള അറസ്റ്റ്, ആ അറസ്റ്റിന് ഉള്ളതേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതാണ് ഇവിടെ മുളയിലെ നുള്ളുക എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ BJP ഉണർന്നു. അവർക്കൊരു വലിയ പാഠം കിട്ടി. ഏത് പാഠമാണ്? പാറ്റാ സമരം. ഞാൻ എപ്പോഴും പറയും, അവർക്കൊരു പരാജയം വന്നാൽ അവന്മാർ അത് നന്നായിട്ടിരുന്ന് പഠിക്കും, നന്നായിട്ട് അത് ഹോംവർക്ക് ചെയ്യും, അതനുസരിച്ച് റിയാക്ട് ചെയ്യാൻ ഒരു BJP തന്നെ സമ്മതിച്ചു, ഇത് ഞങ്ങളുടെ പരാജയമാണ്, ഈ പാറ്റാ സമരം നേരിടുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് BJP അകത്ത് തന്നെ സമ്മതിച്ചു. അവർ ഈ കമ്മികളെ പോലെ ഉണ്ടല്ലോ, അവര് സമ്മതിക്കാതെയും താത്വികമായിട്ടുള്ള അവലോകനം നടത്തി വെള്ളപൂശില്ല, അവർ സമ്മതിക്കുന്നത് ഞങ്ങളുടെ പരാജയമാണ്, സമ്മതിച്ചു. അല്ല, സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, ഈ BJPയുടെ അണികളെ ഞാൻ കണ്ടിരിക്കുന്നത്, സംഘികൾ എന്ന് പറയുന്ന ആ അണികളെ ഞാൻ കണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത, അപജയം നേരിടുമ്പോൾ അവർ ശക്തമായി തന്നെ സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. CPM-ൽ അതില്ല, കോൺഗ്രസിൽ അതില്ല. ശക്തമായി വരികയും അവര് പറയും, നിങ്ങൾ ആക്ട് ചെയ്യാത്തതുകൊണ്ടാണെന്ന് അവർക്ക് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കില്ല. അതിനവർക്ക് സംഘടനയെ പേടിയില്ല. കാരണം അവർ സംഘടനയുടെ ആരും ഭാരവാഹികളല്ല, മെമ്പറല്ല, ഒന്നുമല്ല. പക്ഷെ അവരുടെ കൂടെ കരുത്തിലാണ് സംഘടന നിൽക്കുന്നത് എന്നുള്ളത് മോൾസെറ്റിൽ ഇരിക്കുന്നവർക്ക് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ചെവി കൊടുക്കും, ഇവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്നുള്ളത്. ഇപ്പൊ എന്തുകൊണ്ട് വന്നു? ഇന്നലെ വലിയ ആഘോഷമായിരുന്നു നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊക്കെ. ഭയങ്കര ഏജൻസി പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു മധ്യപ്രദേശിൽ, ഇപ്പൊ പോവും, താഴെ പോവും, തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ തീർന്നില്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. അത് ഇറങ്ങിച്ചെന്നിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. E20 ഈ ബലം പിടുത്തത്തിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞത് വാളർന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഇനി വലിയ രസകരമായ കാര്യം, മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് വേണ്ടിയിട്ടിരിക്കുക. ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കൾ അവരുടെ കാലാവധി തീർന്നത് കൊണ്ട് രാജിവെച്ചു. ആ പുനഃസംഘടന നേരത്തെ നടത്തിയിരുന്നെങ്കിൽ സംഭവം ക്ലീൻ ആയനെ. ഇനി ഇതല്ല, ഇദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് 2 വട്ടം. ആരാ? ഈ ധർമ്മേന്ദ്ര പ്രധാൻ. ഞാൻ രാജിവെച്ച് പോകാമെന്ന്. വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിർത്തിച്ചെന്ന് മാത്രമല്ല, ഈ തുടക്കത്തിൽ വരുന്ന സമരത്തിനെ അപ്പൊ തന്നെ അതിനെ മാറ്റണമായിരുന്നു, അതും മാറ്റിയില്ല. ഇവർ വളരാൻ അനുവദിച്ചു. ഒരുപക്ഷെ വേണമെങ്കിൽ സംഘികൾ പറയും അത് അമിത്ഷായുടെ ഒരു മാസ് മൂവ്മെന്റ് ആണ്, എന്തൊക്കെയാണ് ഇത് നടക്കുന്നത് പഠിക്കാനാണ്, ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ഈ അനുഭവം ഒരു ഗുരുവാണ്, അത് പഠിച്ചു. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടിരിക്കുന്നത്, എന്ത് പ്രശ്നം വന്നാലും അതിൽ പരാജയം നേരിട്ടാൽ ഇവർ പെട്ടെന്ന് തന്നെ അത് പഠിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് റിക്കവർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഒരു മെക്കാനിസം ഇവർക്കുണ്ട്. എപ്പോഴും അത് ആക്റ്റീവാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ മോഹൻ യാദവിന്റെ കാര്യത്തിൽ കണ്ടത്. ഇപ്പോൾ മോഹൻ യാദവ് ആരായി? ഹീറോ ആയി. അവിടെ ഈ സമരം കണ്ട് പത്രത്തിൽ മഷി ചെലവാക്കിയവനും ചാനലിലിരുന്ന് ഘോരഘോരം പ്രസംഗിച്ചവനും ഇപ്പൊ ആരായി? 3G ആയി. ഇതാണ് ഇവിടെ ഇനി വരാൻ പോകുന്ന സമരങ്ങളെല്ലാം ധനുഷ് ഇവന്മാർ ഇതേ രീതിയിൽ തന്നെ ഒതുക്കി വിടും. കാരണം അവർക്കത് പഠിച്ചു, കൃത്യമായി അവർക്ക് ആ സിസ്റ്റം അറിയാം. അതാണ് അതിന്റെ കാര്യം.